ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാണ് കേട്ടോ. അനന്തപുരിയിൽ മുഴുവൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതിരുന്നതാണ് നമ്മുടെ ജാനകിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അനിയെ ആപത്തിലേക്ക് അനാമിക നയിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ജാനകി അനാമികയെ ആട്ടിയിറക്കുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനാമിക തൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് നന്ദുവിനെ അറസ്റ്റ് ചെയ്യിക്കുകയാണ് കേട്ടോ. വേണുവിൻ്റെ ഫ്രണ്ടായ ഒരു SI വഴിയാണ് അത് ചെയ്യിക്കുന്നത്. നന്ദു വീട്ടിൽ കയറി ആക്രമണം നടത്തിയെന്നും കൈയും കാലുമൊക്കെ തല്ലി ഒടിച്ചെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താണ് അകത്താക്കുന്നത്. അങ്ങനെ നന്ദു ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനകയൊക്കെയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ. കനക സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നിട്ട് ജാമ്യം എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് കാണാൻ പോലും ആ പോലീസുകാരൻ അനുവദിക്കുന്നില്ല. അപ്പോൾ കനക അവിടെ നിന്നിട്ട് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എൻ്റെ നന്ദുമോന് എന്ത് പറ്റിയെന്ന് അറിയില്ല, പാവം ഒരു പെൺകുട്ടിയല്ലേ അവളെ ഇങ്ങനെ ജയിലിലാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഈ അനാമികയ്ക്കൊക്കെ? അവൾ ചെയ്തത് തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. എന്നിട്ടും എൻ്റെ മോള് അവളൊരു കല്യാണപ്രായമായ പെൺകുട്ടിയല്ലേ, ഇനി അവൾക്കൊരു നല്ല ആലോചന എന്തെങ്കിലും വരുമോ? SI സെലക്ഷനൊക്കെ കിട്ടിയ കുട്ടിയല്ലേ, ആ ജോലിയൊക്കെ ഇനി അവൾക്ക് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ആകുലപ്പെടുവാണ് കേട്ടോ കനക. ഇനിയിപ്പം ഗോവിന്ദൻ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ കനക പറയുന്നുണ്ട്. എന്നിട്ട് കനക നയനയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട, നന്ദുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആദർശേട്ടൻ അങ്ങോട്ട് വരും, ആദർശേട്ടൻ നന്ദുവിനെ ജാമ്യത്തിലിറക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആദർശവും നയനയും കൂടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തുകയാണ്. എന്നിട്ട് നന്ദുവിനെ കാണാൻ ശ്രമിക്കുകയും SIയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ SI പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ല, ഒരു വീട്ടിൽ കയറി അവരെ തല്ലിയതാണ്, അതും ഇരുട്ടത്ത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വന്നിട്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദുവിന് ജാമ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവുകയാണ്. കോടതി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് പിന്നെയും നീക്കിക്കൊണ്ട് പോവാണ്. അപ്പോഴും കനക ഒരുപാട് വിഷമിക്കുകയാണ് അവിടെ നിന്ന്. അങ്ങനെ നന്ദുവിന് ജാമ്യം കിട്ടി നന്ദു പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആദർശ SIയോട് പറയുന്നുണ്ട്, താനിങ്ങനെ വല്ലവരുടെയും കയ്യിലെ കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കരുതെന്ന് പറയാണ്. ഞാൻ ആരാണെന്ന് തനിക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ നന്ദുവായിട്ട് പുറത്തിറങ്ങുമ്പം നന്ദു കനകയോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അത് അവളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അവളുടെ പരിചയത്തിലുള്ള പോലീസുകാരനായതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്, ഇതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, അവരെ ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കണ്ട, ഇതിപ്പോൾ പാലിൽ വിഷം ചേർത്തത് അവരാണെന്നുള്ള കാര്യം തെളിഞ്ഞു, അതുപോലെ തന്നെ എന്നെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതും അവർ തന്നെയാവാനാണ് സാധ്യത, അതുപോലെ സ്വർണം മോഷണം പോയതും ഇത് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അവളും അവളുടെ കുടുംബക്കാരുമാണ്, അവരുടെ ഫാമിലി അത്ര നല്ലതാണെന്നൊന്നും തോന്നുന്നില്ല, മഹാ ഫ്രോഡുകളാണ് ആ വേണുവും ആ രേവതിയും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തും, അതിൻ്റെ തെളിവുകളെല്ലാം മുന്നിൽ കൊണ്ടുവരും, അങ്ങനെ ഞാൻ കേസ് ഫയൽ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യും, അങ്ങനെ അനിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കനക പറയാം, എന്താ മോളെ നീ പറയുന്നത്, അനിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോട്ടെ എന്നോ? അതെന്താണ്, അത് നമുക്കുകൂടി മോശമല്ലേ മോളെ എന്ന് പറയാണ്. അല്ലമ്മേ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അനി വെറും പാവമാണ്, അനിക്ക് പറ്റിയൊരു ഭാര്യയൊന്നും അല്ല അനാമിക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം അനാമികയുടെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ ദേഷ്യം കിടക്കുകയാണ്. അനിയാണെങ്കിൽ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അനാമികയോട് ചോദിക്കുന്നുണ്ട്, നീ അല്ലേ ആ നന്ദുവിനെ അറസ്റ്റ് ചെയ്യിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, അതെ, എന്താ, എൻ്റെ അച്ഛനെയും അമ്മയും വന്ന് പൊതിരെ തല്ലി കൈയും കാലും ഒക്കെ ഓടിച്ചത് നീ കണ്ടില്ലേ, എന്നിട്ട് അത് കാണാനാണെന്ന് പറഞ്ഞ് വന്നിട്ടും നീ അവളെ കണ്ട് ശൃംഗരിക്കാൻ പോയിരിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നിയടി, നീ മനുഷ്യ കുലത്തിൽപ്പെട്ടാണോ, നീയല്ലേ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് നവീച്ചയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്, അതല്ലേ വല്യമ്മ എടുത്ത് കുടിച്ചത്, ഈ വിവരമൊക്കെ ഇവിടെ എല്ലാവരോടും പറഞ്ഞാൽ എന്താവും അവസ്ഥ നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പം നീ എന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും അതിലും എനിക്ക് അനി പ്രശ്നമൊന്നുമില്ല, നീ ഇപ്പോഴും അവളുടെ പുറകെ വാലും ചുരുട്ടി നടക്കുകയല്ലേ. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, ഈ അനന്തപുരിയിലേക്ക് അനാമിക വന്നിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നീ, അല്ലാതെ നിന്നെ കണ്ടുകൊണ്ട് മാത്രമല്ല, അതൊക്കെ നേടിയെടുത്തിട്ട് തന്നെ ഈ അനാമിക ഇവിടുന്ന് പോവുള്ളൂ. എന്ത് നേടിയെടുക്കാനാടി, സ്വത്തും പണവും കണ്ടോണ്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ നീ ആഗ്രഹിക്കേണ്ട, നിനക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഓഹോ അനി, നീ അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ, ഇനിയിപ്പം നീ എന്നെ വേണ്ടെന്ന് വെച്ചാലും ഞാൻ കേസ് കൊടുത്ത് ഞാൻ നേടാനുള്ളതെല്ലാം നേടൂടാ, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഈ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് ഞാൻ,
അപ്പം എനിക്കും അതിൻ്റേതായ ഒരു വീതമൊക്കെ കിട്ടുകടാ, അതുകൊണ്ട് എന്നെ ഒന്നും കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ അനിയോട് പറയുകയാണ് അനാമിക. അതിനൊക്കെ ശേഷം ആദർശ് വരുന്നുണ്ട് അനാമികയുടെ അടുത്തേക്ക്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അനാമികയെ, ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? നീ തെറ്റ് ചെയ്തിട്ട് ആ നന്ദുവിനെ ജയിലിൽ കിടത്തുവാണോ? നന്ദു ആണെങ്കിൽ ഒരു വിവാഹപ്രായമായ പെൺകുട്ടിയല്ലേ, അതെങ്കിലും നീ ഓർക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും നമ്മുടെ ബന്ധുക്കളല്ലേ അവർ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, പിന്നെ അവളല്ലേ എൻ്റെ ബന്ധു, അവളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റെ ശത്രു. അവളെ അകത്ത് ആക്കിയതിൽ എനിക്കൊരു പരിഭവവും ഇല്ല. ഇപ്പം തന്നെ നിങ്ങളുടെ കാശിൻ്റെ ബലം കൊണ്ട് അവളെ ഇറക്കിക്കൊണ്ട് പോകുന്നു, ഇല്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് അഴി എണ്ണിയേനെ. അപ്പം ആദർശനാകെ ദേഷ്യം വരികയാണ്. ആദർശ് പറയുന്നുണ്ട്, അനാമികയെ എനിക്ക് നന്നായിട്ട് പറയാൻ അറിയാമല്ലഞ്ഞിട്ടല്ല, അനിയുടെ ഭാര്യയായിപ്പോയി നീ, അതുകൊണ്ടാണ് എന്ന് പറയണം. ഏയ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി ഉണ്ടല്ലോ, അവളുടെ പുറകെ അനി, അതുകൊണ്ട് അനിയുടെ ഭാര്യയാണെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് അനാമികയും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജാനകിയും ജലജയും കൂടി. അവർ പറയുന്നുണ്ട്, ആ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതെ ആ വേണുവിനെയും രേവതിയും തല്ലിച്ചതച്ചത് അവളാണെന്ന്. പാവം അനാമിക മോള്, അവളുടെ അച്ഛനെയും അമ്മയല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് പറയാണ് ജലജ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ അതെ കുറച്ച് ഭയങ്കരം തന്നെയാണ്, ഏതായാലും ഇവളുമാർ മൂന്നും തുനിഞ്ഞ് തന്നെ ഇറങ്ങിയിരിക്കുന്ന. എങ്ങനെയെങ്കിലും അനാമിക മോളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവൾക്ക് അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ വരണം, അതിന് ഞാൻ സമ്മതിക്കുമെന്ന് അവൾ ഈ ജന്മത്ത് വിചാരിക്കേണ്ട എന്ന് പറയാണ് ജാനകി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ ഈ ജന്മത്ത് വിചാരിക്കേണ്ടെന്നൊക്കെ പറയും, പക്ഷേ അവൾ ഇവിടെ വന്ന് കയറുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നീ കണ്ടോളൂ എന്ന് പറയണം. ഞാൻ ജീവിച്ചിരിക്കുമ്പം അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ജാനകിയും പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ട് ദേവയാനി വരികയാണ്. അപ്പോൾ ദേവയാനിയോടായിട്ട് ജാനകി പറയാണ്, ഏടത്തി അറിഞ്ഞ ഒരു കാര്യം, ഏടത്തിയുടെ മരുമോളുടെ അനിയത്തിയാണ് അനാമികയുടെ അച്ഛനെയും അമ്മയും തല്ലിയത്, വീട്ടിൽ കയറി എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുകയാണ്, അങ്ങനെ വെറുതെ നന്ദു കയറി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അനാമിക എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ ജാനകി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്ത് അനാമിക മോൾ എന്ത് പണി ഒപ്പിക്കാൻ, ഇനി അഥവാ അവൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇവളിതാണോ ചെയ്യേണ്ടത്, തനി ഗുണ്ടായിസല്ലേ ഇവൾ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിൽ ദേവയാനിക്ക് മനസ്സിൽ അറിയാം നന്ദു ചെയ്തത് ശരി തന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ അനാമിക കളിച്ചു പെറുക്കി അതിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷമുള്ള സംഭവമാണ് കേട്ടോ. അനാമികയെ തീർത്തും അവോയ്ഡ് ചെയ്യാണ് അനി. ഒരു ദിവസം അനി ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പം അനിയോട് പറയുന്നുണ്ട്, അനി നീ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം, ആദർശേട്ടനേക്കാളും ഉയരങ്ങളിലെത്തണം. ആദർശേട്ടൻ 250 കോടിയുടെ പ്രൊജക്റ്റാണ് കൊണ്ടുവന്നതെങ്കിൽ നീ 500 കോടിയുടെ കൊണ്ടുവരണം. അങ്ങനെ കമ്പനിയിലൊരു നല്ല സ്ഥാനം നീ നേടിയെടുക്കണം. അങ്ങനെ 2-3 കമ്പനികളിലെങ്കിലും MD സ്ഥാനം നിനക്ക് വേണം. അല്ലാതെ ആദർശനും നയനയ്ക്കും മാത്രം അനുഭവിക്കാനുള്ളതല്ല ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ. അപ്പോൾ അനി പറയാണ്, എടി നിൻ്റെ അഹങ്കാരം നീ മടക്കി 4ആയിട്ട് കൈ വെച്ചാൽ മതി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും ആദർശേട്ടൻ്റെ ഒപ്പമൊന്നും എത്താൻ എനിക്ക് പറ്റില്ല. എന്നിട്ടല്ലേ പിന്നെ ആദർശേട്ടൻ്റെ മുകളിലെത്തുന്നത്. ആദർശേട്ടനും നയനേടത്തെയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിനക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദർശേട്ടൻ്റെ മുകളിൽ എത്തണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഓഫീസിൽ പോകുന്നത്. എനിക്കാകാവുന്ന കാര്യങ്ങൾ, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അവിടെയും അനാമിക ആകപ്പാടെ ടെൻഷനിലാവുകയാണ്. ഒരു വിധത്തിലും ഒരു രക്ഷയില്ല എന്ന് കാണുമ്പം വേണുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുകയാണ് അനാമിക, അച്ഛാ ഇവിടെ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല. ആ നന്ദു ആനിയുടെ മനസ്സ് മുഴുവൻ അവൻ തൊടുമ്പോഴും പിടിക്കുമ്പോഴും എല്ലാം എന്നോട് വഴക്കാണ്. ആ നന്ദു അവളില്ലാതായ മാത്രമേ ഒന്നെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അനി ഒരു സമാധാനവും തരുന്നില്ല. ഇപ്പോഴും എന്നോട് വഴക്ക് പിടിക്കുകയാണ്, എപ്പോഴും അടിയും വഴക്കും തന്നെയാണ്, ഒരു വാക്കുകൊണ്ട് പോലും സ്വരച്ചേർച്ചയില്ല അച്ഛാ എന്ന് പറയുമ്പോൾ വേണു പറയാണ്, എടി അവനെ ഇനി നീ നോക്കുകയൊന്നും വേണ്ട, നമ്മൾ അനന്തപുരിയിലെ സ്വത്ത് മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അതേച്ചാ അത് കിട്ടണ്ടേ, അതിന് ഇവനൊന്ന് വഴങ്ങിത്തരണ്ടേ, എന്നാലല്ലേ ഉള്ളൂ കുറച്ച് സ്വത്തെങ്കിലും അടിച്ചു മാറ്റാനെങ്കിലും പറ്റുള്ളൂ. സ്വത്തിൻ്റെ 1 രൂപ പോലും കിട്ടില്ലെന്ന് അവൻ പറയുന്നത് എന്ന് പറയുമ്പം വേണു പറയാണ്, അങ്ങനെ അവനെ വിടണ്ട, അവനെ അതിന് ഒരു കേസ് കൊടുക്കാൻ നമുക്ക് ചെയ്യാമെന്ന് പറയാണ്. എന്ത് കേസാച്ചാ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അനാമിക. അപ്പോഴേക്കും പറയാണ്, എടി വേറൊന്നുമല്ല, ഒരു കേസ് കൊടുത്താൽ അവനെ നമുക്ക് അകത്താക്കണം എന്ന് പറയാം. എന്ത് കേസാണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അതൊക്കെ നീ കണ്ടോണം എന്ന് പറയാണ്. അങ്ങനെ വേണുവിൻ്റെ ഫ്രണ്ട് SIയെ വിളിച്ചിട്ട് പറയാണ്, നന്ദുവും അനിയും തമ്മിൽ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നുണ്ട്, അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ പോലീസ് അവിടെ നിന്ന് നന്ദുവിനെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അനാശാസ്യ പ്രവർത്തനം നടത്തി എന്നുള്ള പേരിലാണ് കേട്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ലോക്കപ്പിലിട്ടിരിക്കുകയാണ് കേട്ടോ. ലോക്കപ്പിൽ കിട്ടിയിരിക്കുന്ന സമയത്ത്
അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട് അനിയൻ നന്ദുവിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം. ഇത് തന്ത്രപൂർവ്വം അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ സമയത്ത് അങ്ങോട്ട് മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട്, എന്താ ഇത്, അനിയൊന്നും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശ അതൊന്നും അല്ല സത്യം, ഇത് ആരോ ഒറ്റിക്കൊടുത്തതാ, ആരോ ഫോൺ വിളിച്ച് പറ്റിച്ചതാ, എന്നിട്ട് പോലീസിനെ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു. ഇവർ രണ്ടും ചെന്നപ്പോൾ റൂം ആരോ ലോക്ക് ചെയ്തെന്നാണ് നന്ദു പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ജാനകി അവിടെ കിടന്ന് അങ്ങ് ടെൻഷൻ അടിക്കുക. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം, അവനെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിൽ കിടക്കുന്നു, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി, ഇതാരാ ഇങ്ങനെ അവനെ ചതിച്ചത്, എന്തെങ്കിലും കമ്പനിയുമായിട്ട് പ്രശ്നമുള്ളവരാരെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെടുകയാണ് ജാനകി. അതിനുശേഷം ജാനകി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പം ആദർശം ഒക്കെ ചെന്നിട്ട് ജാമ്യം എടുക്കുന്നുണ്ട്. ജാമ്യം എടുക്കുമ്പോൾ അവിടെ ചെന്ന് ജാനകി നിൽക്കുമ്പം അനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ അനി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ്, അമ്മയുടെ പുന്നാര മരുമകൾ അനാമിക, അവൾ ഒപ്പിച്ച പണിയാണ്. ഞാനും നന്ദുവും തമ്മിൽ ഫ്രണ്ട്സ് എന്നതിലുപരി വേറൊന്നുമില്ല, വേറൊരു അനാശാസ്യ പ്രവർത്തനവും ഇല്ല. ഞങ്ങളെ രണ്ടുപേരെയും ഫോൺ ചെയ്ത് വരുത്തി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അനാമികയും അവളുടെ അച്ഛനും കൂടിയാണ് എന്ന് പറയാണ്. അപ്പം ജാനകി പറയാ, നീ പറയുന്നത് സത്യമാണോ അനി? പിന്നെ അമ്മയുടെ മകൻ ഈ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് എന്ത് കള്ളത്തരം പറയാനാ അമ്മേ? അമ്മയ്ക്ക് ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാനാണോ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അനി. അപ്പോൾ പറയാണ്, അതെന്തിനാ അവളത് ചെയ്തത്? അവളുടെ മനസ്സിലെ കടുത്ത പകയും നിരാശയും അഹങ്കാരവും എല്ലാം കാരണമാണ്. അമ്മ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല അവളും അവളുടെ കുടുംബക്കാരും തനി ഫ്രോഡുകളാണ്. നമ്മുടെ കുടുംബത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൾ തന്നെയാണ് അമ്മയെന്ന് പറയാണ്. ഇപ്പം എന്നെ ഈ അവസ്ഥയിൽ, ഈ ലോക്കപ്പിൽ ഇത്രയും മോശക്കാരനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ എത്തിച്ച അവൾ നല്ലവളാണെന്നാണോ അമ്മ പറയുന്നത് എന്നനി ചോദിക്കണം. അപ്പോൾ ജാനകിക്കും ഏകദേശ കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. ജാനകി അപ്പോൾ തന്നെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് അനാമികയെ വിളിക്കുന്നുണ്ട്, എടി അനാമികയെ ഇവിടെ ഇറങ്ങി വാടി എന്ന് പറയുകയാണ്. അപ്പോൾ അനാമിക അങ്ങോട്ട് വരിക. അപ്പോൾ അനാമികയോട് ചോദിക്കുന്നുണ്ട്, എടി ദുഷ്ടേ, ഇത്രയും നാൾ നിന്നെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്. എല്ലാവരും എതിർത്ത് പറഞ്ഞപ്പോഴും എൻ്റെ മരുമകളെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ചേർത്ത് നിർത്തിയില്ലേ? എന്നിട്ട് നീ എനിക്ക് തന്ന കൂലി ഇതാണല്ലേ? എൻ്റെ മകനാ നീ, അവൻ്റെ കണ്ണീര് കണ്ട് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവനെ നീ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടിയിച്ചല്ലേ? പോരാത്തതിന് പോലീസുകാർ അടിക്കുകയും ചെയ്തവനെ, മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം വൃത്തികെട്ടവനെന്ന പേരും വരുത്തി. ഇതെല്ലാം ചെയ്തത് നീയാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് അനാമിക. അപ്പോൾ പറയാണ്, എടി നിൻ്റെ വൈരാഗ്യവും ശത്രുതയാണ് എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത്. നീ ഇതുപോലൊരു ദുഷ്ടയാണെന്ന് അറിഞ്ഞില്ല. നിന്നെപ്പോലൊരു വിഷപ്പാമ്പിനാണ് ഞാൻ ഇത്രയും നാൾ പാല് തന്നുകൊണ്ടിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇനി ഒരു നിമിഷം പോലും ഈ അനന്തപുരിയിൽ നിൽക്കണ്ട. എൻ്റെ അനിക്ക് നിന്നെപ്പോലൊരു ഭാര്യയെ വേണ്ട. ഞാൻ വിചാരിച്ചതും വിശ്വസിച്ചതും എല്ലാം തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അനാമികയെ എന്ന് പറയാണ് കേട്ടോ ജാനകി. അനാമികയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്